Good morning to all. Good morning, Miss. Good morning, Good Miss. morning, Miss. Good morning. Yeah, good morning. Then how are you all? Breakfast ഒക്കെ ഷോ 11:30 വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അല്ലേ? എന്തെങ്കിലും ഡിഷസ് കാണോ? എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. അതാണ് മിസ് കഴിച്ചു. മിസ് കഴിച്ചോ? Yeah, fine. Okay. Yeah. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ ക്ലാസ്സിനൊരു ഒരു 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 പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? ഇതൊരു സ്പെഷ്യൽ ക്ലാസ് ആണ്. Do you know why? മിസ്സേ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അതാണോ? ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. ഇത് ഇത്രയും നാളെ സഹിച്ചില്ല നിങ്ങൾ അല്ലേ? പിന്നെ ലാസ്റ്റത്തെ ക്ലാസ് ആയിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്റെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, സജഷൻ എന്താണ് എന്നുള്ളത് ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നില്ല അല്ലേ? അല്ലേ? പറഞ്ഞിട്ടുണ്ട് മിസ്. എന്നിട്ട് പറയാൻ റെഡിയാണോ? ഇല്ല. വെരി ഗുഡ്. അങ്ങനെ വേണം. ഓക്കെ. അപ്പൊ ഒന്നൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ. നമ്മുടെ നോട്ട് എവിടെ വരെ എഴുതിയതെന്ന് പറയാവോ? വുഡ് വരെ കംപ്ലീറ്റ് ആയി. Good. Would you mind if I ആയിരുന്നോ? Would you mind if I? അല്ല. What would you like? അല്ല. Yeah, what would you like? നെക്സ്റ്റ് എഴുതിക്കോട്ടോ. കുറച്ചുകൂടെ ഉള്ളൂ. എഴുതിക്കോളൂ. ഒരു നീഡിൻറ്റ്. നീഡിൻറ്റ് മീൻസ് നീഡിൻറ്റ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ്, ഒരു എക്സ്പ്രഷൻ ആണ് നീഡിൻറ്റ്. നമുക്കൊരു സ്ട്രക്ചർ പോലെ നമുക്ക് എഴുതാം. നീഡിൻറ്റ് ആവശ്യമില്ല എന്നൊരു മീനിങ് ആണ് കേട്ടോ. അറിയാൻ ആവശ്യമില്ല, ഐ മീൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു കൈൻഡ് ഓഫ് മീനിങ് അവിടെ വരുന്നുണ്ട് ആ എക്സ്പ്രഷൻ. സ്ട്രക്ചർ വരുന്നതേ ഉള്ളൂ. Subject plus needing plus V1. Subject plus needing plus V1. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോ we needn't go there. We needn't go there. We needn't go there. ഞങ്ങൾക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. We needn't go there. You needn't worry about me. You needn't worry about me. നീ എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വറി ചെയ്യേണ്ട ആവശ്യമില്ല. You needn't worry about me. She didn't wait for me. അവൾക്ക് എന്നെ കാത്തുക്കേണ്ട ആവശ്യമില്ല. She didn't wait for me. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്പ്രഷൻ മനസ്സിലായോ? ഇത് ഈസി ആണ്. Then അങ്ങനെ നെക്സ്റ്റ് ചെയ്താ അടുത്തൊരു എക്സ്പ്രഷൻ ഏതാ കേട്ടോ. വാട്ട് ഇഫ്. വാട്ട് ഇഫ് അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നൊരു മീനിങ് ആണ്. അവിടെ സംഭവിക്കുക എന്ന് പറയുന്നൊരു വേർഡ് ഇല്ല, പക്ഷെ അതിന്റെ ഒരു മീനിങ് അങ്ങനെയാ വരും. ഇപ്പൊ വാട്ട് ഇഫ് ഐ റിസൈൻ, ഞാൻ റിസൈൻ ചെയ്ത് എന്താ ഉണ്ടാവുക? ഞാൻ റിസൈൻ ചെയ്താൽ എന്താ ഒരു ചോദ്യം. വാട്ട് ഇഫ് ഐ റിസൈൻ, ഞാൻ റിസൈൻ ചെയ്താൽ എന്താ? വാട്ട് ഇഫ് ഐ സ്പീക്ക് ദ ട്രൂത്ത്, ഞാൻ സത്യം പറഞ്ഞാൽ എന്താ? ആ ഒരു കൈൻഡ് ഓഫ് മീനിങ് അവിടെ വരുന്നുണ്ട്. What if I speak the truth? What if you go there?
അവരവിടെ പോയാൽ എന്താ? ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മീനിങ് അവിടെ വരുന്നുണ്ട് കേട്ടോ. മീനിങ് കൊണ്ട് എഴുതി വെക്കണേ. Next, have or have to, has or have to ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഇവിടെ പോകേണ്ടതുണ്ട്, you have to go there. ഇവിടെ പോകേണ്ടതുണ്ട്. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് have or have to നോക്കാം. അറിയാലോ, you have to go there. You have to go there. Then she has to do that. She has to do that. You have to go there. She has to do that. ചെയ്യേണ്ടതുണ്ട് എന്നൊരു മീനിങ് ആണ്. അടുത്തൊരു എക്സ്പ്രഷൻ ഇതാ, why can't, എന്തുകൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കഴിയുന്നില്ല. Why can't you walk together? Why can't you walk together? Why can't you do that? Why can't you do that? Next expression is why don't or why doesn't. Why don't you do that? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് എന്തുകൊണ്ട് കഴിയുന്നില്ല, പറ്റുന്നില്ല, ഒരു എബിലിറ്റി ആണ്. ഇത് എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം. Why don't you do that? Why don't you give that to me? Why doesn't she do it? അങ്ങനെ ചോദിക്കാം കേട്ടോ. Don't, does, രണ്ടും വരുന്നത് എങ്ങനെയാണ്? സബ്ജക്റ്റിനെ ബേസ് ചെയ്താണേ. ഇനി ഹാഡ് ടു ആണെങ്കിലോ, ഹാഡ് ടു, അവിടെ സബ്ജക്ട് പ്ലസ് ഹാഡ് ടു വരും. അപ്പോ എങ്ങനെയാ ചോദിക്കുക, ഹാഡ് ടു do that, നിനക്കത് ചെയ്യാമായിരുന്നു, നീ അത് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് വരും. ഹാഡ് പാസ്റ്റ് ആണല്ലോ. അപ്പോ you had to go there, നീ അവിടെ പോകേണ്ടതുണ്ടായിരുന്നു എന്ന് വരും. You had to go there. She had to come here, അവൾ ഇവിടെ വരേണ്ടതായിരുന്നു. അടുത്തൊരു എക്സ്പ്രഷൻ വിത്ത് സ്ട്രക്ചർ, സ്ട്രക്ചർ എഴുതിയെടുക്കാം. അടുത്ത എക്സ്പ്രഷൻ ആണ് കേട്ടോ.
have or has plus subject plus ever plus VP. ഇപ്പൊ have you ever talked to him? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതിന് മീനിങ് ആട്ടോ. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. So have you അവിടെയും സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വളരെ വ്യത്യാസം വരും കേട്ടോ. Have you ever talked to her? Have you ever talked to her? നീ അവനോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Has he ever helped you? നിന്നെ അവൻ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അവന് മീനിങ് വരും. അടുത്ത എക്സ്പ്രഷൻ എഴുതാ. How long? How long plus have or has plus subject plus been plus verb ing. എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു? എത്ര കാലമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊരു മീനിങ് ആണ് പറയാം കേട്ടോ. How long has he been studying here? How long has she been studying here? അവൾ എത്ര കാലമായിട്ട് ഇവിടെ പഠിക്കുന്നു? How long have they been ruling the state? സ്റ്റേറ്റ് അവർ എത്ര കാലമായി ഭരിക്കുന്നു? ഇപ്പം എത്ര കാലമായിട്ട് എന്ത് ചോദ്യമാണ് ഇവിടെ വരാട്ടോ. Then should have. Should have. You should have. അങ്ങനെ നീ അങ്ങനെ ചെയ്യണമായിരുന്നു. നീ അങ്ങനെ ചെയ്യണം എന്നൊരു മീനിങ് അല്ലേ. You should have gone there. നീ അങ്ങനെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. നീ അങ്ങനെ ചെയ്യേണ്ടതാണ് ഒരു മീനിങ് ആണ് കേട്ടോ. You should have gone there. നീ ഇവിടെ പോകേണ്ടതാണ്. You should have invited her. നീ അവളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നെഗറ്റീവ് പറയാം കേട്ടോ. ഷുഡിന് എന്ന് പറയാം. നീ അവളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിരുന്നില്ല. യു ഷുഡിന്റ് ഹാവ് ഇൻവൈറ്റഡ് ഹവർ. നീ അവളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. നീ അവിടെ പോകേണ്ടതുണ്ടായിരുന്നില്ല. യു ഷുഡിന്റ് ഹാവ് ഗോൺ ദെയർ. നെഗറ്റീവ് പറയാം. എല്ലാത്തിനും നെഗറ്റീവ് പറയാം നമുക്ക്. Then should വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. നാളെ വരണോ? നാളെ ചെയ്യണോ? നമുക്ക് ചോദ്യമില്ലേ? Should I come tomorrow? Should I come tomorrow? ഞാൻ നാളെ വരണോ? Should I come tomorrow? Should we inform them? Inform ചെയ്യണോ? ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണോ? Then could have.
അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെ could have, അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. Past ആണല്ലോ. I could have gone abroad. എപ്പോൾ പോകാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്ന് പറയാം. I could have written the exam. എനിക്ക് എക്സാം എഴുതാൻ കഴിയുമായിരുന്നു. Next ഏതാ? Would have. എനിക്ക് would have എന്ന് പറയുമ്പോൾ ആകാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു മീനിങ് ഒക്കെ തന്നെയാണ് കേട്ടോ. മറ്റേത് കുഡ് വരുമ്പോൾ എബിലിറ്റി ആണ്, നമ്മുടെ ഒരു കഴിവാണ്. എനിക്ക് അത് കഴിയുമായിരുന്നു, എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നു, എബിലിറ്റി ആണ് പറയുന്നത്. വുഡ് അങ്ങനെ എനിക്കങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ആകാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഒരു മീനിങ്ങിന് വരും കേട്ടോ. അവിടെ എക്സാമ്പിൾ I would have practiced like that. എനിക്ക് ഇങ്ങനെ പ്രാക്ടീസ് എനിക്ക് ചെയ്യാമായിരുന്നു അങ്ങനെ. എനിക്ക് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഇത് നോൺ വേഷം പറയാൻ പറ്റേ. I would have been police officer. I would have been a police officer എന്ന് പറയുമ്പോൾ ഈ പോലീസ് ഓഫീസർ ആകാമായിരുന്നു. ഒരു നൗൺ ആണ് അവിടെ. അവിടെ വെർബില്ല, നൗൺ ആണ്. ഓക്കെ. Then should have. ആവശ്യമാണ്. നമുക്കൊരു വേണം എന്ന് പറയുന്നത്. ഷുഡ് ഹാവ് an aim. നമുക്കൊരു ലക്ഷ്യം വേണം. ആ ഒരു മീനിങ് ആണ് വേണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് പറയില്ല. നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം. യു ഷുഡ് ഹാവ് an aim. ഓക്കെ. ഇത് നൗൺ ആണ് കേട്ടോ വരുന്നത്. That's all. അത്യാവശ്യം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻസ് വെച്ചിട്ട് മാക്സിമം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അതാണ് നിങ്ങളുടെ പണി. ഓക്കെ. നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ടാവും, എക്സാമ്പിൾസ് പറയാനുണ്ടാവും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ നമുക്കത് പഠിക്കാൻ പറ്റില്ല. ചുമ്മാ ഇതിന് നോട്ട്സിൽ എഴുതി വെച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ ഒരുപാട് നോട്ട്സ് തന്നിട്ടുണ്ട്, അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കൊന്നുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താണ് കഴിഞ്ഞു? ഇത്രയേ ഉള്ളൂ. ക്ലാസ് എടുക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. എന്നോട് സംസാരിക്കാൻ റെഡിയാണ് എല്ലാവരും? പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് നേരം നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്യും. റെഡിയാണോ എല്ലാവരും? Yeah. Okay. So let's talk about my English class and how is your feeling? How do you feel now when you complete your course and when you complete my English class and learn something about English grammar? So how do you feel now? What's your experience? Can you please share with me? You can say
or suggestions or experience of anything, negatives or positives, anything you can say. You can, yeah, share to me without any hesitation. Are you ready? മലയാളത്തിൽ മതി, ഇംഗ്ലീഷ് വേണമെന്നില്ല. ഇംഗ്ലീഷ് പറയാൻ പറ്റും, ഇംഗ്ലീഷ് പറയൂ കേട്ടോ. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പറയാൻ പറ്റുമോ ശ്രമിക്കൂ, ഒന്ന് ട്രൈ ചെയ്യൂ. റെഡിയാണ് എല്ലാവരും? ഇന്നും കൂടെ എന്നെ സഹിച്ചാൽ മതി, ഇനി ഞാൻ വലിയ. അതുകൊണ്ട് ഇന്നത്തെ എന്റെ ഒരു ലാസ്റ്റ് ആഗ്രഹം സാധിച്ചു തരൂ. മിണ്ടുന്നില്ലല്ലോ, ഇതൊക്കെ പറഞ്ഞാൽ മിണ്ടരുതൊക്കെ, അങ്ങനെ മിണ്ടാതിരുന്നോളാം. അങ്ങനെ 4 പേരുണ്ട്, 3 പേരുണ്ട്, ഞാനുണ്ട്. വെരി ഗുഡ്. എന്തോ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മതി. മിസ്സിന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ക്ലാസ് ആണ്. ഇംഗ്ലീഷ് ഇത്ര ഈസി ആയിട്ട് പഠിപ്പിക്കാൻ മിസ്സിനെ പോലെ ആർക്കും കഴിയില്ല എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിച്ച ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഗ്രാമർ ഒന്നും എടുത്താലും പഠിപ്പിച്ചിട്ടില്ല. ഞാനിപ്പോ PG വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇംഗ്ലീഷിന്റെ ഗ്രാമർ ഇപ്പൊ ചോദിച്ചാൽ പോലും എനിക്ക് എല്ലാം പിടിയില്ലാത്ത കാര്യം. ഇപ്പൊ മിസ് വന്ന ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോ തന്നെ കുറച്ചൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കുറെ കാര്യങ്ങള് അറിയത്തില്ലാത്ത കാര്യങ്ങൾ കുറെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് മിസ്സിന്റെ ക്ലാസ്സിൽ. പിന്നെ മിസ് കുറെ ഹോംവർക്ക് കുറെ വർക്കുകൾ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തിട്ട് പറയാ, കുറച്ചുകൂടെ ഒക്കെ ഇംഗ്ലീഷ് ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്. എനിക്ക് തന്നെ തോന്നുന്നതാണ്. എനിക്കറിയില്ല, നമ്മൾ സ്വന്തം ഇതിൽ വെച്ച് കുറച്ചൊക്കെ ബെറ്റർ ആകാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നാലും നമുക്ക് ചെറിയൊരു പേടിയുണ്ട്, കുറച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എവിടെയൊക്കെ തെറ്റുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും ഉള്ളിലുണ്ട്. അത് മാറാൻ കുറച്ചൊക്കെ പാടുപെടുമായിരിക്കും. ചിലപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ മിസ്സിന്റെ ക്ലാസ് ഒക്കെ എന്ന് പറയുന്നത് അടിപൊളി ക്ലാസ് ആണ്. ഇംഗ്ലീഷിന്റെ ക്ലാസ്സും മിസ് പഠിപ്പിക്കുന്നതിനെ കൂടുതലും പിള്ളേരോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ പൊതുവരെ സംസാരിക്കാറില്ല. അത് മിസ്സിനോടുള്ള പേടിയോടൊന്നും അല്ല, പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തില്. പിന്നെ ഇപ്പം ക്ലാസ് ഒക്കെ അവസാനിക്കാറായപ്പോഴാണ് കൂടുതലും ഞങ്ങൾ മിണ്ടാൻ തുടങ്ങിയേക്കുന്നത്, ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ പോലും. പിന്നെ സ്മാർട്ട് സ്ട്രീറ്റ് നല്ല ക്ലാസ്സുകളാണ് എല്ലാ ക്ലാസ്സും. പിന്നെ തുടക്കത്തിലൊക്കെ ഞങ്ങളൊക്കെ ആദ്യം ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പം കുറെ ഫേക്കുകളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ മിസ്സേ, ഇങ്ങനെ പഠിപ്പിക്കുമ്പം പഠിപ്പിക്കാറില്ല, പിന്നെ എന്നാ പൊതുവെ ഫേക്ക് ആണ്, ചുമ്മാ തട്ടിപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ്. എല്ലാ ടീച്ചർമാരും ഒന്നിനൊന്നും മെച്ചമാണ്. പഠിപ്പിക്കുന്ന നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഫീലിംഗ് ആണ് സത്യം പറഞ്ഞ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് തോന്നാറുള്ള. എല്ലാ ടീച്ചർമാരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്, ഭയങ്കര കെയറിംഗ് ആയിട്ടാണ് എല്ലാ ടീച്ചേഴ്സും നമ്മളെ നോക്കുന്നത്. അതുപോലെ ഈ മിസ് ആണെങ്കിലും അടിപൊളിയാണ്. ഇംഗ്ലീഷ് മിസ്സിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, മിസ് അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം പറയട്ടെ. നമ്മള് 6 മാസം അല്ലെ 6 months ആയിരുന്നു പഠിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷ്. അപ്പോ നിങ്ങള് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം അല്ലെ കുറെ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഗ്രാമർ ഒട്ടും അറിയാത്തവരൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയാവുന്നതാണ്. അപ്പൊ ഈ 6 മാസം കൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റാവുന്ന മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചെന്നോ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഫ്ലുവന്റ് ആണെന്നോ എന്നൊന്നും എനിക്ക് പറയാനേ പറ്റില്ല. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, തുടങ്ങി വെച്ചു. മനസ്സിലായോ? നിങ്ങൾക്ക് ഇംഗ്ലീഷിനോടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ടഫ് സബ്ജക്റ്റ് ആണ് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് മാറി. അത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങി, അത്രയേ ഉള്ളൂ കേട്ടോ. ഇംഗ്ലീഷിനെ കുറിച്ചൊരു ബേസ് നിങ്ങൾക്ക് കിട്ടി. ഇനി അത് കണ്ടിന്യൂ ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് ഈ 6 മാസത്തെ കോഴ്സ് എടുത്താലും അത് കംപ്ലീറ്റ് ആകുമെന്ന് അറിയില്ല. അത് 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കവർ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ എനിക്കുള്ളതെന്ന് വെച്ചാൽ വീക്ക്ലി 1 ക്ലാസ് അല്ലെ. ഈ 21 ബാച്ചിന് മാത്രമാണ് ഇംഗ്ലീഷ് 1 ക്ലാസ് ഉള്ളൂ. ബാക്കി മിക്ക ബാച്ചിന് 2 ക്ലാസ് വെച്ച് പോയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ തന്നെ കുറെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനും നമുക്ക് പറ്റും. മനസ്സിലായോ? പിന്നെ സംസാരിക്കുക എന്നുള്ളത് ഒരു ടീച്ചർ ഇവിടെ ഇരുന്ന് വിചാരിച്ചുകൊണ്ട് പറ്റില്ല കേട്ടോ. നിങ്ങൾ തന്നെ വിചാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ടെൻസ് അറിയാം, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കിച്ചണിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടില്ല അല്ലെ, വേർഡ്സ് കിട്ടില്ല. അപ്പൊ കിട്ടാതെ ആകുമ്പോൾ ഓൺ സ്പോട്ടില്ല, അപ്പോ തന്നെ ഗൂഗിൾ എടുക്കുക, സെർച്ച് ചെയ്യുക, നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കാം. എന്നിട്ട് ആ വേർഡ് വെച്ച് നിങ്ങൾ ഇപ്പൊ ഓർത്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് പോയാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും.
മനസ്സിലായോ? ഓരോ കാര്യങ്ങളും അങ്ങനെ പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ ഇംഗ്ലീഷ് പഠിക്കും. കാരണം നിങ്ങൾക്കിപ്പോ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ റെക്ടിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ടെൻസ് അറിയാം. അപ്പൊ ഇല്ലാതെ എന്താണ് വൊക്കാബുലറി ആണ്. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ആദ്യം പഠിക്കാൻ നോക്കാം. എന്നിട്ട് വേറൊരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ ഡെയിലി പഠിക്കണം. ഡെയിലി ഒരു 1 hour നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ 1 hour പോട്ടെ, നമ്മൾ ഡെയിലി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ ചായ ഉണ്ടാക്കുന്നു, ഹൗ ടു മേക്ക് എ ടീ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരുപാട് പ്രൊസീജിയർ ഉണ്ടെങ്കിലും മലയാളത്തിൽ പറയാൻ എളുപ്പമാണ്. പാത്രം എടുക്കുന്നു, വെള്ളമെടുക്കുന്നു, സ്റ്റൗ എത്തിക്കുന്നു, വെക്കുന്നു, പഞ്ചസാര ചടപ്പൊഴിടുന്നു, അത് ഡ്രെയിൻ ചെയ്യുന്നു, അല്ലെ? പക്ഷെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് വെറുതെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് എന്ന് പഠിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ സ്വയം പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കും. അത് ഏത് കോഴ്സ്, ഏത് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എടുത്താലും ഇപ്പൊ ഡെയിലി റൊട്ടീനിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പറയുമ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. അത് നമ്മൾ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാം. മനസ്സിലായോ? ഇപ്പൊ ക്ലാസ്സിൽ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ, ഒരുപാടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഒരുപാട് ഏരിയുണ്ട്. നിങ്ങൾ വിചാരിക്കൂ ഞാൻ ഇംഗ്ലീഷിന് എത്ര ആയാലുള്ളൂ, പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോ നമ്മളെ കൊണ്ട് നമ്മള് തുടക്കക്കാരാണ്, ഒരു ബിഗിനർ ആണ്. ഇനി എന്തൊക്കെ വേണം? ഒരു ഇന്റർമീഡിയറ്റിലേക്ക് പോകണം, അഡ്വാൻസിലേക്ക് പോകണം. കടമ്പകൾ ഒരുപാടുണ്ട്. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് ഒരു ഇഷ്ടം തോന്നി, അത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ഗ്രാമർ പഠിപ്പിച്ചു, ബാക്കിയെല്ലാം ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ? അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാട്ടോ, മാക്സിമം കണ്ടിന്യൂ ചെയ്യും. ഇനി ചിത്ര, നിത്യ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്സിൽ? മിസ്സേ കേക്കുണ്ടോ? കേൾക്കാം, പറയൂ. എന്റെ ടൈമിലൊക്കെ ക്ലാസ്സിന് കേറുമ്പോ തന്നെ ഭയങ്കര പേടിയായിരുന്നു. ക്ലാസ്സിന് കയറണോ വേണ്ടേ എന്നുള്ള. ഇങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, മനസ്സിലാക്കി പഠിപ്പിച്ചെന്നത് മിസ് തന്നെയാണ്. പക്ഷെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് അത് ഞാൻ തന്നെ ഇരുന്ന് ശ്രമിച്ചാലേ എനിക്ക് അതിന് കഴിയുള്ളൂ. പിന്നെ സ്മാർട്സിന്റെ ക്ലാസ്സുകൾ എന്തൊക്കെ ഞാനും ആദ്യം വിചാരിച്ചിരുന്നു, ഇപ്പൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് നല്ല ക്ലാസ് ആവൂല, ഫീസൊക്കെ എത്ര കൊടുക്കുന്നതിന് മുതലാവോ, ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചു. പിന്നെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിരുന്നു. മിസ്സുമാരെല്ലാരും ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്ക് മനസ്സിലാക്കി തരും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാൻ പറയും. പക്ഷെ നമുക്ക് അപ്പൊ ഒരു ഇതുണ്ടാവും. എന്നാലും പിന്നെ റെക്കോർഡ് ക്ലാസ് കണ്ട് അത് മനസ്സിലാക്കും. ഇനി ഇംഗ്ലീഷിന്റെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇപ്പൊ മിസ് ഇത് പഠിപ്പിച്ചത് കൊണ്ട് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി. എനിക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇരുന്ന് പഠിക്കണം. പറയാൻ മിസ്സേ. പിന്നെന്ന് വെച്ചാല് നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ എല്ലാവരും അപ്പൊ തന്നെ ഇംഗ്ലീഷ് പഠിക്കാം, എന്തൊക്കെയോ മലമറിക്കും എന്ന് വിചാരിച്ച് കുറെ പേര് ജോയിൻ ചെയ്യും. പിന്നെ നമ്മള് ആദ്യം മുതലാണ് A to Z ഫസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാം, നൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. ഉണ്ടാവുന്നൊരു കാര്യം കേട്ടോ, ബോറടിച്ച് കുറെ പേര് ലീവ് ചെയ്യും, ചില ക്ലാസ്സിൽ കയറില്ല. പക്ഷെ ആ കണ്ടിന്യൂസ് ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടി, ഓക്കെ, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ആ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ പറയാം, കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാം, അത് ലാഗ് വരരുത്, ഒരു മടി വരരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബോറടിക്കാനേ ചാൻസ് ഉള്ളൂ, ബോറടിക്കും. അങ്ങനെയാണ്, കാരണം ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. എത്ര പഠിച്ചാലും മനസ്സിലാക്കില്ല എന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമാണ്. അത് ബ്രേക്ക് ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പൊ മാക്സിമം ബോറടിപ്പിക്കാതെ പഠിപ്പിക്കാനാണ് ഞാൻ നോക്കുക. പിന്നെ നിങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ററാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഇന്ററാക്ഷനിലൂടെയാണല്ലോ ക്ലാസ് പോയത്, അല്ലെ? അതുകൊണ്ട് എന്താ പറയാ, അപ്പൊ കുറച്ചെങ്കിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ നിങ്ങൾ വായിച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ചൊരു ക്ലിയർ ആണ് നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലൊക്കെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നുകൂടെ നിങ്ങളടുത്ത് വായിക്കുക, കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചാല് പെട്ടെന്ന് മനസ്സിലാവും.
ഇംഗ്ലീഷ് കേൾക്കുമ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇൻട്രസ്റ്റ് വരും. മറ്റത് അങ്ങനെയല്ല, നമ്മള് യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് കാണാം, അപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത്, പിന്നെ നമ്മളിത് പഠിക്കില്ല. ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം നിങ്ങൾ ഓരോന്ന് പഠിച്ചു വരുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് ഒരു എന്താണ് ഇംഗ്ലീഷിനോട് ഇഷ്ടം നമുക്ക് തോന്നിയ ഒരു കാര്യം. ഓക്കെ, ഇനി ചിത്ര പറയൂ. സെവന്താണല്ലോ. യാ, സംസാരിക്കാൻ പറ്റുമോ? ഡിസ്റ്റർബൻസ് ഉണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷ് ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചിട്ട് ഈ ക്ലാസ്സിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നിയിട്ടുണ്ടോ? അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദിസ് കോഴ്സ്, അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് ക്ലാസ്, ഇംഗ്ലീഷ് ക്ലാസ്, വാട്ട്സ് യുവർ ചേഞ്ചസ്? ഹോളിയാണ്, ശരിയാണ്, ഹോളിയാണല്ലേ. ഓക്കെ, പറ്റുവാണെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ അതൊന്ന് പറയൂ, ഷെയർ ചെയ്യൂ, എങ്ങനെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ? എല്ലായിടത്തും പാട്ടാണല്ലേ. മിസ് ഈ ചേച്ചി ഇവിടെ അല്ല താമസിക്കുന്നത്, നോർത്തിലെങ്ങാണ്ട്. അപ്പൊ അവിടെ ഹോളിയൊക്കെ ഭയങ്കര ആഘോഷല്ലേ. അതെന്ന് തോന്നുന്നു. അപ്പൊ പറയൂ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇംഗ്ലീഷ് ക്ലാസ്. തുടക്കത്തിലൊന്നും ഇപ്പം വലിയ ബേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിച്ചതൊക്കെ വെച്ച് കുറച്ചൊക്കെ നോണ് അല്ലെങ്കിൽ ടെൻസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എക്സാമ്പിൾ ആയിട്ട് പിന്നെ ഇത് മിസ് വന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാട്ടോ മനസ്സിലാകാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഒന്നും വലിയ പിടിയില്ലായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങി പകുതിയൊക്കെ ഇപ്പൊ ഓൾറെഡി എല്ലാം തന്നെ ഏറെക്കുറെയൊക്കെ പഠിക്കാനും കുറച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ. അത് കുറച്ച് നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിച്ചതാണെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് വിടുമല്ലോ മിസ്. കൂടുതലായിട്ട് ഗ്രാമർ എടുത്ത് പഠിപ്പിക്കുന്നില്ല ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ടെൻസുകൾ ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള അങ്ങ് പഠിപ്പിച്ചു പോകുമ്പോഴും ഉള്ളിലോട്ട് കയറി ആരും പഠിപ്പിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ മിസ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് കൂടുതലും ടെൻസിനെ കുറിച്ചൊക്കെ ഓൾറെഡി മനസ്സിലാകാനും എക്സാമ്പിൾ വെച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ ആണെങ്കിലും പെട്ടെന്നൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ എവിടെയെങ്കിലൊക്കെ വായിക്കാൻ തുടങ്ങുവാണെങ്കിലും മിസ് പഠിച്ച സാധനങ്ങളൊക്കെ ഓർമ്മ വരും. ഇപ്പൊ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിലും ഇതാണല്ലോ അന്ന് പഠിച്ചത്, അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ മിസ്സേ? വെരി ഗുഡ്, കുറച്ചേലും മാറ്റമുണ്ടല്ലോ, സമാധാനം. ഓക്കെ, പിന്നെന്താ, എന്തൊക്കെയാ പറയുന്തെങ്കിലും? ഒന്നും ഈ ക്ലാസ് എടുക്കാനൊന്നുമില്ല, എന്തെങ്കിലും ചുമ്മാ സംസാരിക്കും. മിസ് ചോദിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാരും ലെഫ്റ്റായി പോയത്. അതെ, ഒരു പേരുണ്ട്, 3 പേരുണ്ട് ക്ലാസ്സിൽ. എന്താണ് നമുക്ക് ഈ ലാസ്റ്റ് ക്ലാസ് എല്ലാവരും കണ്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോ അതാണ്. ഗ്രൂപ്പിലാണെങ്കിലും അതെ, കുറച്ചൊക്കെ അറിയില്ലെങ്കിൽ എന്തായാലും ചോദിക്കുള്ളൂ. പിന്നെ ആരും അങ്ങനെ മെസ്സേജ് ഒന്നും, ഒരു ദിവസം എങ്ങാണ്ടാന്ന് തോന്നുന്നു കുറെ നേരം എല്ലാവരും സംസാരിച്ചു. പിന്നെ ആരും ഒന്നും പറയാറുമില്ല, മിണ്ടാറുമില്ല, ഒന്നുമില്ല. എല്ലാവരും ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം മാർച്ച് മാസം ആയതുകൊണ്ട് അതും അവർക്കും എക്സാം ഒക്കെ ആണല്ലോ. അപ്പൊ അതും ഞങ്ങൾക്കും എക്സാം ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓരോരോ തിരക്കാണ്. പറയുന്ന കേൾക്കാം, ഓരോരുത്തർ വിളിക്കുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അതിന്റെ പുറകെയാണ്, എക്സാം ആണ്, അതുങ്ങളെ പഠിപ്പിക്കണം, ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ കുറെ ചേച്ചിമാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്നെ പറയാനാ ചേച്ചി ഇതൊക്കെ ചോദിച്ചാൽ എനിക്ക് എന്റെ കല്യാണം ഇപ്പൊ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ അവരിങ്ങനെ പറയുമ്പോ നമുക്കിപ്പോ എന്ത് പറയാം മിസ്, അങ്ങോട്ട് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അനക്ക് എവിടെയാണ് സ്ഥലം, എവിടെയാണ് അനക്ക് കുറിച്ച് പറയും? മിസ്സേ, എന്റെ ശരിക്കുള്ള നാട് ഇടുക്കിയിലാണ്. എന്റെ കല്യാണം കഴിഞ്ഞ് വിട്ടേക്കുന്നത് ചാലക്കുടി തൃശ്ശൂരിലോട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ ക്ലാസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ ഇടുക്കിയിലെ വീട്ടിൽ വെച്ചിട്ട്, ഇടുക്കി വീട്ടിൽ നിന്നുകൊണ്ടാണ്. ഞാന് PG കംപ്ലീറ്റഡ് ആണ്, എക്കണോമിക്സ് ആണ് പഠിച്ചത്. എന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 7 മാസത്തോളം ഒരു ഫിനാൻസിൽ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ PSCയും എക്സാമും എഴുതിക്കൊണ്ടിരിക്കുക, PSC അതുപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ PSC എക്സാം ഒക്കെ എഴുതുന്നുള്ളതുകൊണ്ടാണ് മിസ്സിന്റെ ക്ലാസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആവുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഗ്രാമർ ചോദിക്കുന്ന PSC എക്സാമിനാണ് കൂടുതൽ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മിസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എക്സാമിന് കൂടുതലും ചോദിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ്, സത്യം പറഞ്ഞാൽ ആദ്യത്തെ എക്സാമിന് ഒന്നും എഴുതാറിയത്തില്ലായിരുന്നു ഇംഗ്ലീഷിന്റെ ഒക്കെ. എനിക്ക് പകുതി നെഗറ്റീവ് മാർക്കായിരുന്നു ഇംഗ്ലീഷിന്.
ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഇംഗ്ലീഷിലാണ് മിസ്. അതിന് മിസ്സിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഉണ്ട്, ഉള്ള കാര്യം പറയാലോ. ഭയങ്കരമായിട്ട് താങ്ക്സ് പറയാം മിസ്സിനോട് മാത്രമേ ഉള്ളൂ. കാരണം ഇംഗ്ലീഷ് കൂടുതലും കുറച്ചൊക്കെ ഗ്രാമർ പഠിക്കാൻ പറ്റിയത് മിസ്സിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും ആ പഠിപ്പിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ എന്റെ തലയിലോട്ട് വരും. മിസ് പറഞ്ഞ എക്സാമ്പിൾ ആണല്ലോ ഇപ്പൊ ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും. അതുകൊണ്ട് മിസ്സിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാണ്, സത്യം പറയാണ്. കാരണം നമ്മുടെ സിലബസ് ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും പഠിപ്പിക്കത്തില്ല നമ്മൾ പഠിച്ച കാലത്ത്. എനിക്കും വലിയ ഗ്രാമർ എനിക്കും വലിയൊന്നും അറിയില്ലായിരുന്നല്ലോ പണ്ടൊന്നും. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. ഇംഗ്ലീഷ് കുറച്ച് ടെക്സ്റ്റ് വായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നു, നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നു, അറ്റൻഡ് ചെയ്യുന്നു, പാസ്സാകുന്നു, കഴിഞ്ഞു. ഇതാണ് ഇംഗ്ലീഷ് പഠിത്തം. അതെ അതെ. പക്ഷെ എപ്പോഴാണ് ഗ്രാമർ കറക്റ്റ് ആയിട്ട് ഗ്രാമർ അറിഞ്ഞിട്ട് നമ്മള് ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു ഹാബിറ്റ് ആക്കും കേട്ടോ. വായിക്കാം, ഇംഗ്ലീഷ് ബുക്സ് ഒന്ന് വായിക്കാം. ബുക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആവോ, എന്തെങ്കിലും ഇംഗ്ലീഷുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ അറിയാതെ ആരെങ്കിലും നമ്മളെങ്കിലും സംസാരിക്കും, ഷുവറാ. അതെ അതെ. പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ വായിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് മൂവീസ് കാണാം. ശ്രദ്ധിച്ചു കേട്ടോ. പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ മൂവീസോ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സെന്റൻസുകൾ കിട്ടും, ചെറിയ ചെറിയ സെന്റൻസുകൾ. അത് അങ്ങനെ തന്നെ പഠിക്കും. അതെ അതെ. അങ്ങനെ തന്നെ പ്രോഗ്രസ് ചെയ്യാം. ആ ഒരു മോഡുലേഷനിലും പ്രൊണൗൺസിയേഷനിലൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കും, എന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും സുപ്രഭാതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് കേട്ടോ അതിന്റെ പുറകത്തെ ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നില്ലല്ലോ, അവസരത്ത് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ? ചിത്ര പറഞ്ഞ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇംഗ്ലീഷ് നമ്മളെ കൊണ്ട് പറ്റും, പഠിക്കാൻ പറ്റും, കുറച്ചെങ്കിലും സംസാരിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വേണം കേട്ടോ. ലൈഫിൽ ഇതെല്ലാം ആവശ്യമാണ്. നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കേട്ടോ. ലൈഫില് എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യണം, എന്തും. ഓക്കെ, ഒരിക്കലും ബാക്ക്വേർഡ് പോകരുത്, പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ എവിടെയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, അത് എന്ത് പൊസിഷൻ എങ്ങനെയെങ്കിലും ആവട്ടെ, എവിടെ വരെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്നിട്ടാണ് അല്ലെ? എന്തെങ്കിലും ആവട്ടെ, ചെറുതോ വലുതോ, ലൈഫാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് ലൈഫ്. അങ്ങനെയാണ്. ഓരോ ദിവസവും ഓരോ ലെസൺസ് ആണെന്ന് പറയും. നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരായിക്കോട്ടെ, ഇവൺ സ്ട്രേഞ്ചേഴ്സ് ആകാം, എനിവൺ, അവരെല്ലാവരും പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, കണ്ടുമുട്ടുമ്പോൾ നടന്ന എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ലെസൺ, എല്ലാം ലെസൺ ആണ്. ഓരോ പാഠങ്ങളാണ്. എങ്ങനെ ആകണം, എങ്ങനെ ആകണ്ട, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നൊക്കെ പാഠങ്ങളാണ് ഓരോ ദിവസവും അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കോഴ്സ് തന്നെ, നമ്മൾ എത്രയോ പേര് ക്ലാസ്സിലുണ്ട്. എത്രയോ പേര് നിങ്ങൾ പേഴ്സണലി അറിയാമെന്ന് എനിക്ക് അറിയില്ല, എത്ര പേരുടെ കോൺടാക്ട് ഉണ്ട്, കറക്റ്റഡ് ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. ബാക്കി ടീച്ചേഴ്സ് സംസാരിക്കാൻ ചാൻസ് കുറവാണ്. മീൻസ് അവര് പോർഷൻസ് എടുക്കുന്ന തരത്തിലായിരിക്കും, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. ആകെ സംസാരിക്കുന്നതും ഇംഗ്ലീഷ് സബ്ജക്റ്റില്ലാതെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാനായിരിക്കും. ചുമ്മാ എന്തെങ്കിലും നിങ്ങൾ മിണ്ടുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇത് പറയാറുണ്ട് അല്ലെ? അപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മീൻസ് എന്തെങ്കിലും എന്റെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും ഒരു യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്കൊരു മൊമെന്റ് ഉണ്ടാവും എല്ലാ ലൈഫിലും, എല്ലാവരുടെ ലൈഫിലും. നിങ്ങൾക്കത് ഉണ്ടോന്ന് അറിയാം. എന്റെ ലൈഫ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എന്റെ എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ എവിടെ നിന്ന് കേട്ട് പറയുന്നൊന്നുമല്ല. ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പോ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ജേർണി എക്സ്പീരിയൻസ് ആണ് ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. അത് മോട്ടിവേഷൻ ആണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ ഒന്നല്ല, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. ചിലപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അവരുടെ ലൈഫ് മാറ്റാണെങ്കിൽ ആവാം, അതിനുവേണ്ടി മാത്രമാണ്. കാരണം എല്ലാവരും കടന്നു പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിലും പറയാൻ പറ്റില്ല, എല്ലാവരും ഓപ്പണായിട്ട് പറഞ്ഞൊന്നുമില്ല. നമ്മൾ ഡൗൺ ആകുന്ന കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ? ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ആലോചിച്ച് നമുക്കൊരു ബെറ്റർ കരിയർ, അത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ?
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ നമുക്ക് വേണം, നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് വേണം. അതെ, അത് വലിയ, ഞാൻ ഫാമിലി ലൈഫ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആസ് എ പേഴ്സൺ നമ്മൾ എന്തായിരിക്കണം, നമ്മളെ കല്യാണത്തിന് മുന്നേ നമ്മളോട് അല്ലെങ്കിൽ സ്കൂൾ ടൈമിലൊക്കെ നമ്മളോട് ചോദിക്കും, ഇത് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കും. അന്ന് പറഞ്ഞൊരു ആഗ്രഹമുണ്ട്. എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടല്ലേ? അനഘ എന്റെ നിത്യ എന്താകണം? മിസ്സേ, ഞാൻ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ആഗ്രഹം ഡോക്ടർ ആണോന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് UP സെക്ഷനായി, ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് പിന്നെ ആഗ്രഹം പോലീസുകാരിയാണോ. അത് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു പോലീസ് ആണെന്ന് ഭയങ്കര ആഗ്രഹം മിസ്സേ, സത്യം പറയാം. നന്നായിട്ട് പഠിക്കുക. നമ്മള് ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാന്ന് പറയും അല്ലെ. എന്തെങ്കിലും നമുക്ക് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അത് മാറ്റി വെച്ച് അല്ലെങ്കിൽ അതൊന്ന് ത്യജിച്ചിട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതെ മിസ്സേ. അങ്ങനെ ഫോളോ ചെയ്യാം. നിത്യക്ക് എന്തായിരുന്നു, എന്താകണമെന്നായിരുന്നു? മിസ്സേ, എനിക്കും നേഴ്സ് ആവണമെന്നായിരുന്നു. പക്ഷെ ആയിരുന്നു. പിന്നെ ഡിഗ്രി എടുക്കാൻ പറഞ്ഞു വീട്ടിന്ന്. ഡിഗ്രി ഒരു ക്വാളിഫിക്കേഷൻ ആവുന്ന വെച്ചിട്ട് ഡിഗ്രി എക്കണോമിക്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതേപോലത്തെ കോഴ്സ് ഒക്കെ നോക്കിയിരുന്നു. പക്ഷെ അന്നൊന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ PGക്ക് തന്നെ തുടർന്നു. അപ്പൊ പിന്നെ ടീച്ചർ ആവാന്നുള്ള ഒരു ഇതിൽ പോയി. പിന്നെ PG കഴിഞ്ഞപ്പോ B.Edന് കൊടുത്തു. അപ്പൊ B.Ed കിട്ടിയില്ല. അപ്പൊ B.Ed അടുത്ത വർഷം കൊടുക്കാം. ഈ വർഷം ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ 6 മാസത്തെ അല്ലെങ്കിൽ എന്തിനേലും ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് നോക്കി ഇതെടുത്തു. അങ്ങനെയാണ്, പല പല കാര്യങ്ങളാണല്ലേ. അത് നിൽക്കുന്നില്ല, എല്ലാത്തിലും തടസ്സം ഒന്നല്ല, നമുക്കൊരു ലക്ഷ്യമില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സ്പ്രഷൻ പറഞ്ഞ ഡ്രീം വേണം, ഇന്നൊരു പൊസിഷൻ ഇന്നത്തെ എത്തണം എന്നൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എത്തും. നമ്മൾ വിചാരിച്ച് നടക്കാതിട്ട് ഒന്നുമില്ലാന്നേ, പക്ഷെ വിചാരിക്കണം എന്ന് മാത്രം. വിചാരിക്കാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ വരും. വിചാരിക്കണം, അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താ? എന്തെങ്കിലും പറയൂ. ഇനി നമ്മൾ എന്താ മീറ്റ് ചെയ്യാം? നിങ്ങൾ ഏതെങ്കിലും കോമ്പറ്റീഷൻ വരില്ലേ? വരുന്നുണ്ട് മിസ്, വരുന്നുണ്ട്. ഓക്കെ, വരൂ, സംസാരിക്കാം നമുക്ക്. ഞങ്ങൾ മാത്രം സംസാരിക്കുന്നില്ലായിരിക്കും, ഞങ്ങൾ രണ്ടുപേരും വരും ഉറപ്പായിട്ടും. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, നിത്യ എവിടെയാ? സ്ഥലം എവിടെയാ? ഞാൻ മലപ്പുറം. ഓ, മലപ്പുറം. ഇവിടെയൊക്കെ അറിയോ? മലപ്പുറം കേട്ടിട്ടുണ്ട്. മിസ്സിന്റെ വീട് എവിടെയാ? എന്നെ ഇവിടെ അടുത്താ, ഓഫീസിനടുത്ത് തന്നെയാ. എറണാകുളം പറവൂര് അവിടെ തന്നെയാ. കൺവെക്കേഷൻ എന്നായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ മാർച്ച്. നിങ്ങളുടെ എക്സാം എന്നായിരിക്കും? ഏപ്രിലോ മെയിലോ ഉണ്ടാവും നിങ്ങളുടെ കൺവെക്കേഷൻ. ഏപ്രിൽ അവസാനമോ ഉണ്ടാവിരിക്കും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും കയറണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ വേക്കൻസീസ് നമുക്ക് വിട്ടു തരുമോ? ചെയ്യൂട്ടോ. ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഒന്നും അല്ല കേട്ടോ. ടീച്ചേഴ്സിന്റേതായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ. മെയ് ആണെങ്കിൽ വരാൻ പറ്റത്തുള്ളൂ. അറിയില്ല കേട്ടോ എനിക്ക്. ഇന്നത്തേക്ക് എക്സാം കഴിയണം, കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇനിയുള്ള ഒരു കോൺവെക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ മാർച്ച് 28-നാണ്. അത് 19-20 ബാച്ചൊക്കെയാണ്. പിന്നെ നിങ്ങളുടെ ബാച്ച് ടൈം എടുക്കിയിരിക്കും, അറിയില്ല. അപ്പോ ഇങ്ങനെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഓഫീസ് ഒരുപാട് ഓഫീസ് ഉണ്ട് കേട്ടോ. ടീച്ചേഴ്സ് വേറെ ഓഫീസിലാണ്. പിന്നെ പറയുന്ന അല്ലാതെ PRO കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് വേറെ ഓഫീസിലാണ്. അപ്പൊ അവരും ഞങ്ങളുടെ വലിയ കണക്ഷൻ ഒന്നുമില്ല. മീൻസ് ഡെയിലി മീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് കുറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. അതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്തായാലും കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, പിന്നെന്താ പറയൂ.
മിസ് നിഷ മിസ് ഫോൺ നമ്പർ തന്നു. മിസ്സിന്റെ ഫോൺ നമ്പർ തന്നൂടെ? എന്തോ നിഷ മിസ് ഫോൺ നമ്പർ തന്നു ലാസ്റ്റ് ദിവസം ആയപ്പോ. മിസ്സിന്റെ ഫോൺ നമ്പർ തന്നൂടെ ഞങ്ങക്ക്? തരാലോ. അപ്പൊ തന്നെ പബ്ലിക്കായിട്ട് തരണമെന്നുണ്ടോ? നിങ്ങൾ എന്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ? ആ ഞാൻ ഇൻസ്റ്റ മെസ്സേജ് ആക്കാം. മിസ് ഇൻസ്റ്റ തന്നാൽ മതി. ഓക്കെ. പബ്ലിക്കായിട്ടൊക്കെ നമ്മൾ നമ്പർ എങ്ങനെ കൊടുക്കാം? ശരിയല്ലേ? അല്ല മറ്റേ മിസ് ഗ്രൂപ്പിൽ ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ വെച്ച് തന്നെ ഫോൺ നമ്പർ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക അറിയിക്കുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. ഞാൻ എന്റെ നമ്പർ ആവശ്യമുള്ള ഇൻസ്റ്റയിലെ മെസ്സേജ് ഞാൻ തരാം. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. ഓ ഇൻസ്റ്റ മിസ് ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും ഫുൾ ടൈം. ആര് ഞാനാണോ? എല്ലാവരും ആക്റ്റീവ് ആണല്ലോ. ഞാൻ ഫുൾ ടൈം ഇൻസ്റ്റയിലുണ്ടോ? ഇല്ല ഇതോ ഞാൻ ഫോളോ ചെയ്താ അക്സെപ്റ്റ് ചെയ്യോ? ഓ ശരി. ആ. ഞാൻ പൊതുവെ അക്സെപ്റ്റ് ചെയ്യാത്തത് വോയിസ് ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഒരുപാട് റിക്വസ്റ്റ് വരും. വോയിസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. നോക്കൂ, സ്റ്റുഡന്റ് ആണോ, ആരെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യാറ്. എന്താ നിത്യാന്നല്ലേ പേര്? ചെയ്യും ഞാൻ. അതെ മിസ്. ഇനിയിപ്പോ ആരെങ്കിലും ഹസ്ബൻഡിന്റെ ഒക്കെ നമ്പർ ഐ ഡി എന്നൊക്കെ ഫോളോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആരും അങ്ങനെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പറയണം. കാരണം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ്. കാരണം ഞാൻ വോയിസ് ആയിട്ട് ആരെയും പഠിപ്പിക്കുന്നൊന്നുമില്ല. കുറച്ചുപേര് മാത്രമേ ഇങ്ങനെ ഇച്ഛയിലുള്ളൂ. അവരെ എനിക്കറിയാം, ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഇല്ലാട്ടോ. പിന്നെന്താ, വേറൊരു കാര്യം ഒന്ന് പറയട്ടെ. ആകെ 3 പേരേ ഉള്ളൂ, എന്നാലും പറയാണ്. നമുക്ക് നമ്മുടെ ലൈഫല്ല നമുക്ക് എപ്പോഴെങ്കിലും ലിസണർ എന്ന് പറയുന്ന ഒരാള് അല്ലെ നമുക്ക് ഇപ്പോഴും ആവശ്യം. അതാരും ആകാം കേട്ടോ. ഫ്രണ്ട് ആകാം, പാർട്ട്ണർ ആകാം, എനിവോൺ, സിസ്റ്റേഴ്സ് ആകാം, സിബ്ലിങ്സ് ആകാം, ആരും ആകാം. ലിസണർ എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാല് എന്ത് പ്രോബ്ലം വന്നാലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരാളുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. മിക്ക ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഒരു ലിസണർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഓരോ ക്ലാസ്സിലും ഈ ടോപ്പിക് പറയുമ്പോഴും അവർ പറയുന്ന എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ലിസണർ എന്ന് പറയുന്ന ഒരാള് നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫോൺ മാറ്റി വെച്ച് നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അത് പോസിബിൾ ആണ്, എത്രത്തോളം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സോ കുറവാണ്. ഐ തിങ്ക് സോ അത് കുറവാണ്. അപ്പോ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അത് ഹാപ്പിനെസ് ആകാം, ഡൗട്ട്സ് ആകാം, എനിത്തിങ് എന്താണെങ്കിലും പറയാനോ ചോദിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാലോ ഓക്കെ, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഒരു കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാട്ടോ. ഞാൻ അത് നമുക്ക് ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുണ്ടല്ല കേട്ടോ. നമ്മളൊരു ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പൊതുവെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കുട്ടിക്ക് അങ്ങനെ തോന്നി എന്നോട് സംസാരിച്ചാൽ അവർക്ക് ബെറ്റർ ആയിരിക്കും എന്നൊരു തോന്നൽ വന്നിട്ട് എന്നോട് ചോദിച്ചു നമ്പർ തരുമോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് നമ്പർ കൊടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് ആള് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു, ഇൻസ്റ്റയിൽ അക്സെപ്റ്റ് ചെയ്തു, ഇൻസ്റ്റയിൽ ത്രൂ മെസ്സേജ് ചെയ്തു. കാരണം ആ കുട്ടിക്ക് ഇതുപോലെ തന്നെയാണ്. പറയാൻ ആരുമില്ല. പാർട്ണർ ആയിക്കോട്ടെ, ഒരുപാട് ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, പറയാൻ ആരില്ല, കേൾക്കാൻ ആരില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തോ എന്നോട് അങ്ങനെ തോന്നി പറയണം. അത് ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആ കുട്ടിക്ക് ഞാൻ എന്റെ സംസാരം എന്തോ അറിയില്ല, ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. സോ അങ്ങനെ തോന്നിയപ്പോ മെസ്സേജ് ചെയ്തോട്ടെ മിസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല, മിസ് ചെയ്യാലോ, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെ വിളിച്ചു, സംസാരിച്ചു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നുമില്ല, മീൻസ് കുറച്ച് ഫ്രീ ആയിരിക്കും ഞാൻ. ഫ്രീ ആണെങ്കിൽ പോലും കേൾക്കാം, ഞാൻ കേൾക്കുന്നത്. അപ്പോ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയൊരു സഹായം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കേൾക്കുക, ആളുടെ പ്രശ്നം കേൾക്കുക, കേട്ട് എന്തെങ്കിലും നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്താലും നമുക്ക് ഓക്കെ ആകും. അത്രയേ ഉള്ളൂ. ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന വിഷയം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി, ഒന്ന് റിലാക്സ്ഡ് ആകും. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് നേരത്തെ പറയാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാം.
പിന്നെ എന്താണ് ഇനി എപ്പോഴെങ്കിലും കാണുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ക്യാഷ്വലായിട്ട് സംസാരിക്കാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷൻ ആണല്ലോ. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷൻ അവിടെ ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ കാണാവുന്നതാണ്. ഫ്രണ്ടായിട്ടോ മാമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഒപ്പീനിയൻ ആണോ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഓക്കെ, പിന്നെന്താ പറയാ, ഒരു കൺവെക്കേഷൻ മീറ്റ് ചെയ്യാം. ഇനി എവിടെയെങ്കിലും വെച്ച് അല്ലാതെ ഈ കൺവെക്കേഷൻ വെച്ച് മീറ്റ് ചെയ്യുകയാണെങ്കിലും അത് സംസാരിക്കൂ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും എന്നോട് പറയാനോ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവരും ക്ലാസ്സിലുണ്ടോ? ഉണ്ട് മിസ്. അത് രണ്ടുപേരല്ലേ ഉള്ളൂ മിസ്, ഞങ്ങളിവിടെ ഉണ്ട്. 2-3 പേരുണ്ട്. സ്ത്രീക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കഷ്ടായിപ്പോയി. മുമ്പത്തേക്ക് പറഞ്ഞായിരുന്നു. ഹോളി അവിടെ ഹോളി ആഘോഷിക്കില്ല മിസ്? അവിടെ എന്തോ ഹോളി ആഘോഷിക്കുന്നില്ലേ മിസ്സിന്റെ ഒക്കെ അവിടെ? ടീച്ചേഴ്സ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ ടൈമില്ല. അത് 12 വരെയല്ലേ സമയമുള്ളൂ മിസ്സേ. അത് കഴിഞ്ഞ് വൈകിട്ട് ആഘോഷിച്ചൂടെ? അപ്പൊ നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോവോ? അപ്പോ 12 വരെയില്ല, നമുക്ക് 3:30 വരെയും ക്ലാസ് ഉണ്ട്. ഓ, ഞങ്ങക്ക് 12 വരെ ഉള്ളതുകൊണ്ട് അത്ര ഒന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളുടെ ടൈമിൽ വേറെ കോഴ്സുകളുണ്ട് ഇവിടെ. ഒരുപാട് ബാച്ചസ് ഉണ്ട് ഈ ടൈമിലാണെങ്കിൽ. അപ്പൊ എല്ലാ ടീച്ചേഴ്സും എൻഗേജ്ഡ് ആണ്. ആഫ്റ്റർനൂൺ ആണെങ്കിൽ വേറെ ബാച്ചസ് ക്ലാസ് ഉണ്ട്. സോ എല്ലാവരും എൻഗേജ്ഡ് ആണ്. 4 ക്ലാസ് ഉണ്ടായാൽ നമുക്ക് വരും. ഇന്ന് എനിക്ക് 4 ക്ലാസ് ഉണ്ട്. ഫ്രീ ടൈമേ ഇല്ല. 12:30 to 1:30 ആണ് നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക്. ആ ഒരു ടൈമിൽ മാത്രം ഫ്രീ ആയിട്ടിരിക്കുക. ബാക്കി എല്ലാവരും എൻഗേജ്ഡ് ആണ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് എനിക്ക്. ഐ തിങ്ക് എനിക്കാണ് ഇവിടെ കുറച്ച് കൂടുതൽ ക്ലാസ് എനിക്കാണെന്ന് തോന്നുന്നു. അതെ, ഞാനിപ്പോ HA ഞാൻ സബ്ജക്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് അല്ലാതെ സബ്ജക്ട് എടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഇഷ്ടമായിരുന്നു. പിന്നെ മോണ്ടിസോറി ഉണ്ട്, അറിയാലോ. പിന്നെന്താ, അപ്പൊ അത്രയൊക്കെയാണുള്ളത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എൻജോയ് ചെയ്യുക. ഓരോ നിമിഷവും ലൈഫ് എൻജോയ് ചെയ്യുക. ലൈഫ് ഈസ് വെരി ഷോർട്ട്. സോ എൻജോയ് എവറി മൊമെന്റ്, ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. ഓക്കെ, അതൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫിൽ. പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. One day you will achieve what you wish. Okay? Yeah. That's all. അത്രയൊക്കെയാണ് ഉള്ളത്. വേറെ ഒന്നുമില്ലല്ലോ അല്ലെ? വേറെ ഒന്നും പറയാനൊന്നുമില്ലല്ലോ. ഇല്ല മാമ പ്രത്യേകിച്ച് നന്ദി പറയുന്നുണ്ട്. തീരെ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇപ്പൊ ടെൻസ് പഠിച്ചപ്പോഴൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയി. ഓക്കെ, പഠിക്കുന്ന ടൈമിലാണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂട്ടോ. എപ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് ബേസ് ചെയ്താണെങ്കിലും എന്താണെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ മാം. Okay, so wind up with today is our last class, and let's wind up today's class. So thank you all. See on the convocation day. See you on the next class. See you on convocation day. So yeah. So thank you all, and bye to all. See you soon, and all the best for your exam. And that exam attend you tension നടക്കണ്ട, cool ആയിട്ടിരിക്കുക കേട്ടോ. എക്സാം എന്ന് പറയുന്ന വലിയൊരു സംഭവമൊന്നുമല്ല, അതാദ്യം മനസ്സിലാക്കൂ. ഓക്കെ, ടോപ്പർ ആകണം എന്നൊന്നും ആഗ്രഹത്തോടു കൂടി ആരും പഠിക്കണ്ട. കിട്ടിയില്ലെങ്കിൽ പോലും വിഷമിക്കണ്ട. നിങ്ങൾ എന്തായിരുന്നോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എന്തായാലും എക്സാമിന് മാർക്ക് വാങ്ങും. ഓക്കെ, സ്കില്ലാണ് ഏറ്റവും വലുത്. അല്ലാതെ നിങ്ങൾ ടോപ്പർ ആണ്, എത്ര മാർക്ക് ഉണ്ട് എന്നൊന്നും ആരും നോക്കൊന്നുമില്ല. സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ എക്സാം നോക്കണ്ട. ഒരു മണിക്കൂർ നടക്കുന്ന ഒരു സംഭവമാണ് എക്സാം എന്ന് പറയുന്നത്. ആ ഒരു മണിക്കൂർ എന്തും സംഭവിക്കാം. പഠിച്ച കാര്യങ്ങൾ മറക്കാം, അല്ലെങ്കിൽ പഠിക്കാത്ത കാര്യങ്ങൾ ഓർക്കാം, എന്തും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾ 6 മാസം പഠിച്ചതിനെ, കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ റിസൾട്ട് ആണ് എക്സാമിന് വന്നത് എന്ന് ആരും വിചാരിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ റിലാക്സ് ചെയ്ത് വളരെ ടെൻഷൻ ഫ്രീ ആയി എക്സാം അറ്റൻഡ് ചെയ്യാം. ദെൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കൺവൊക്കേഷൻ ഡേ നമുക്ക് മീറ്റ് ചെയ്യാന്നാണ് സംസാരിക്കാൻ വന്നത്. ഓക്കെ, that's all. So bye to all, and thank you all. Thank you, ma'am.